ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? നമ്മളെങ്ങനെയാണ് ഒരു ട്രേഡ് ലോജിക്ക് കോഡ് ചെയ്ത് MD5 ട്രേഡിംഗ് ബോട്ടായിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് കണ്ടു. എങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടു. എങ്ങനെയാണ് ലൈവായിട്ട് ഇത് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ചെയ്ത് നോക്കാതെ വീഡിയോ കണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ കണ്ട് അങ്ങനെ അങ്ങ് ടൈം വേസ്റ്റ് ആയി പോയുള്ളൂ. അപ്പോൾ ഒരിക്കലെങ്കിലും കയ്യിലുള്ള കമ്പ്യൂട്ടറിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളെ കൊണ്ട് ഒരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വേറെ തന്നെയായിരിക്കും. ഒരു തവണ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അത് നടന്നോളും. പിന്നെ നമുക്ക് ഡെയിലി ബേസിസിലൊരു റൊട്ടീൻ എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് പല സ്ട്രാറ്റജികളും ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല 1-2 സ്ട്രാറ്റജി കിട്ടിയാൽ അത് നമ്മളുടെ ട്രേഡിങ്ങിന് നല്ല രീതിയിൽ ഗുണം ചെയ്യും. പുറത്തൊക്കെ നല്ല ശബ്ദം ആണ്, ഒരു സ്റ്റുഡിയോ അറ്റ്മോസ്ഫിയർ അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ മറ്റ് വീഡിയോകൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ആ വീഡിയോകൾ കണ്ടാൽ എങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് തന്നെ കോഡിങ്ങിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും സാധാരണഗതിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ബ്രോക്കറും എക്സ്ചേഞ്ചും. ഇത് യൂസർ. ഇത് നമ്മൾ ട്രേഡറെ നമ്മളെ തന്നെ ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പോൾ യൂസർ എന്ന് പറഞ്ഞാൽ അത് ട്രേഡർ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആസ് എ ട്രേഡർ നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ബ്രോക്കർ ആയിട്ട് കണക്റ്റഡ് ആണ് ഇൻ്റർനെറ്റ് വഴി. പിന്നെ ബ്രോക്കർ എക്സ്ചേഞ്ചിൽ നമ്മളുടെ ഓർഡറുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്ചേഞ്ചുമായിട്ട് ബ്രോക്കർ വഴി നമ്മൾ ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആണ്. എക്സ്ചേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂവും അതിൻ്റെ അനാലിസിസും ബ്രോക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അത് നോക്കി മാനുവലി നമ്മളൊരു ഡിസിഷൻ എടുത്ത് എക്സ്ചേഞ്ചിലത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. അപ്പോൾ ഇതിലേക്കാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന കാര്യം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ട്രേഡറുടെ കമ്പ്യൂട്ടറിനെ അല്ല, ട്രേഡറെ ഒരു ലോജിക്കൽ മോഡ്യൂൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ ലോജിക്കൽ മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ലോജിക്ക് ഈ ബ്രോക്കറിൽ നമ്മളുടെ മാനുവൽ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ നടത്താൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പൈത്തൺ ആണ്. ഈ പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിനെയാണ് നമ്മൾ മോഡ്യൂൾ എന്ന് വിളിക്കുന്നത്. പൈത്തൺ മറ്റ് പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ MD5 കേസിലാണെങ്കിൽ MQ5 ലാംഗ്വേജിൽ MD5 നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് C++, ജാവ പോലുള്ള മറ്റേത് സോഫ്റ്റ്വെയറും ഉപയോഗിക്കാം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉപയോഗിക്കാം. പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് പൈത്തൺ ആണ്. പൈത്തൺ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അത് ഫ്ലെക്സിബിൾ ആണ്, അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതൊക്കെ പൈത്തൺ താല്പര്യമുള്ള ആളുകൾ അത് ആ മേഖലയിലേക്കുള്ള കാര്യങ്ങൾ അല്ലാതെ തന്നെ റിസർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കുക. പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ ഒരു ലോജിക്കൽ മോഡ്യൂളായിട്ട് അല്ലെങ്കിൽ ഒരു കൺട്രോളറായിട്ട് കണ്ടാൽ മതി. അധികം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കോഡ് ഉണ്ടാക്കി ഇവിടെ ഇട്ടിരിക്കുന്ന ലോജിക്കിനെ ബ്രോക്കർ വഴി എക്സ്ചേഞ്ചിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ പൈത്തണിൽ ചെയ്യും. അപ്പോൾ ഈ പൈത്തണിന് ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട്. പൈത്തണിന് ഡേറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റും, ഡേറ്റ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും, ബ്രോക്കറിന് API വഴി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു സംഭവമാണ് ഈ കൺട്രോളർ മോഡ്യൂൾ അല്ലെങ്കിൽ പൈത്തൺ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടിക്ക് ബൈ ടിക്ക് ഡേറ്റ ബ്രോക്കറിൽ നിന്ന് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും API കീ വെച്ച്. അപ്പോൾ API കീ എന്ന് പറയുന്നത് ബ്രോക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കീയും പാസ്വേഡുമാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോം വഴി ബ്രോക്കറിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ മറ്റൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മാനുവലി അല്ലാതെ നമുക്ക് ഈ പൈത്തണിൽ ഈ പറയുന്ന API കീയും പാസ്വേഡും യൂസ് ചെയ്തിട്ടുള്ള കോഡാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് വെച്ച് ബ്രോക്കറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ ടിക്ക് ബൈ ടിക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് പൈത്തൺ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും. ആക്സസ് ചെയ്തിട്ട് ഇതിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോജിക്കുണ്ട്. ആ ലോജിക്കലി കണ്ടീഷൻസ് വരുന്നുണ്ടോ എന്ന് ഈ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ കാണുവാണെങ്കിൽ ആ സമയത്ത് അത് ഏത് അസറ്റിലാണോ എന്താണോ എന്ന് നോക്കിയിട്ട് ആ ബ്രോക്കർ വഴി എക്സ്ചേഞ്ചിൽ ട്രേഡ് റിലീസ് ചെയ്യും. അപ്പോൾ ഇതാണ് നടക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള കാര്യത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ, നമ്മൾ എൻ്റയർലി ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലാണല്ലോ. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ PC ആണെങ്കിൽ കറണ്ട് പോയാൽ പ്രശ്നമാണ്. പിന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് പൈത്തണും ബ്രോക്കറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു മെത്തേഡിനുണ്ട്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്.
എന്താണ് ഈ ക്ലൗഡ്? ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാനത്തുള്ള സാധനമൊന്നുമല്ല. ഇത് ആക്ച്വലി ഡേറ്റാ സെൻറ്ററുകളാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഡേറ്റാ സെൻറ്റർ വരാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതൊരു ക്ലൗഡാണ്. ടെക്നിക്കലി IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതറിയാം. എന്തിപ്പോൾ കോഡറാണെങ്കിലും IT മേഖലയിലുള്ള ആളാണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് കറക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. ഒരിക്കലും ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി പഠിച്ചതല്ല, ചെയ്ത് പഠിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഓൾവേസ് വെൽക്കം. അപ്പോൾ ക്ലൗഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് മാനത്തുള്ള എന്തെങ്കിലും സാധനമാണ്. പക്ഷേ ഇത് ആക്ച്വലി ഡേറ്റാ സെൻറ്ററാണ്. ഇത് ഭൂമിയിൽ തന്നെയുള്ള ഒരുപാട് വലിയ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനുള്ളിൽ ഒരുപാട് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ മെമ്മറിയാണ്. ഒരുപാട് കമ്പനികളുടെ ക്ലൗഡുകളുണ്ട്. IBM-ൻ്റെ ഉണ്ട്, ഗൂഗിളിൻ്റെ ഉണ്ട്, ആമസോണിൻ്റെ ഉണ്ട്, ഒറാക്കിളിൻ്റെ, അങ്ങനെ ഒരുപാട് ഡേറ്റാ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ ക്ലൗഡുകളുണ്ട്. ഇപ്പോൾ ക്ലൗഡ് എന്ന് പറയുന്ന വലിയൊരു ഡേറ്റാ സെൻറ്ററാണ്. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലൗഡിൽ നമുക്കൊരു VPS കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരുപാട് പൈസ ഒന്നുമല്ല, ഇത് റെൻ്റ് എടുക്കുന്ന പോലെയാണ്. നമ്മൾ ഇവിടുത്തെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം റെൻ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു മന്ത്ലി ചാർജ് പേയബിൾ ആണ്. പല കമ്പനികൾ ഇതുപോലെ ക്ലൗഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയ മോഡ്യൂളുകൾ ഇങ്ങനെ വാടകയ്ക്ക് കിട്ടുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതിനെ നമുക്കൊരു വേറൊരു PC ആയിട്ട് തന്നെ കണ്ടാൽ മതി. ഇതിനെ വേറെ ഒരു കമ്പ്യൂട്ടർ, ക്ലൗഡിലുള്ളൊരു കമ്പ്യൂട്ടർ, ഏറ്റവും സിമ്പിളായിട്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ നമുക്ക് നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ ഈ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിലും ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഈ പറയുന്ന അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ ഈ ക്ലൗഡിലുള്ള ഒരു VPS സെർവറുമായിട്ട് കണക്ട് ചെയ്തു. ഇതിനെ കമ്പ്യൂട്ടറായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതിനുള്ളിലാണ് പിന്നെ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ബ്രോക്കറെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ പിന്നെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടർ വഴി ക്ലൗഡിലുള്ള VPS കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാം. അതിൽ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബ്രോക്കർ തന്നിട്ടുള്ള API കീ വെച്ച് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബ്രോക്കറിലെ ഡേറ്റയും കാര്യങ്ങളും ആക്സസ് ചെയ്യാം, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം, കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കണക്ടിവിറ്റിയോ ഇൻ്റർനെറ്റ് ഇഷ്യൂസോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ VPS പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളതൊക്കെ മേക്ക് ഷുവർ ചെയ്യും അതിൻ്റെ 24/7 വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ക്ലൗഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫുൾ നമ്മുടെ എക്കോസിസ്റ്റം മൊത്തത്തിൽ നിന്ന് പോവും, ആ ട്രേഡൊന്നും എക്സിക്യൂട്ട് ആവാതെയാവും. പക്ഷേ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും മെച്ചമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടും റിലയബിൾ ആണ് ഈ ഒരു എക്കോസിസ്റ്റം. പക്ഷെ നമുക്കിത് ഇപ്പം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലൗഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇതിൽ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ PC വെച്ച് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ MQL5 ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ക്ലൗഡ് വരുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ അത്രയും ലോഡ് കുറയും. ഇതിന് വലിയ കോസ്റ്റ് ഒന്നും ആവുന്നില്ല. ഇതിന് മന്ത്ലി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റേ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം ഇത് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഈ ഒരു സിസ്റ്റം തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി കണ്ടു, നമുക്കത് 24/7 നേരത്തേക്ക് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളൊരു യൂസ് കേസ് വരുമ്പോൾ നമുക്ക് ക്ലൗഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോകൾ എങ്ങനെയാണ് VPS ഹോസ്റ്റ് ചെയ്യേണ്ടത്, ക്ലൗഡിൽ ഏത് കമ്പനിയാണ് നല്ലതെന്നൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ നോക്കാം. ഇത് കുറേ കൂടി അഡ്വാൻസ് ആയിട്ട് കഴിയുമ്പോഴുള്ള ഒരു ആവശ്യം വരുന്നൊരു സാധനമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി എങ്ങനെ കോഡ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിക്കാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിൽ ഒരു പൈത്തനുള്ള ഈ ഒരു വേർഷൻ തന്നെ ധാരാളമാണ്. ബാക്കി ഇത് ആവശ്യമായി വരുന്ന കാലത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഒരു വീഡിയോയ്ക്കുള്ള ടോപ്പിക് ആണെങ്കിൽ സമയം പോലെ ഒരു വീഡിയോ തന്നെ ചെയ്തിടാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 1-2-3 വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ തോന്നുന്ന സംശയമാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് മുഴുവൻ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ ഇതേ മൈൻഡുള്ള ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. നിങ്ങൾക്കിത് വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.